+2 സ്റ്റുഡൻറ്റ് ഡിഗ്രി സ്റ്റുഡൻസിന് ഫേസ് ചെയ്യാൻ പോവാം. അത് നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളാദ്യം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തു, പ്രൊഡക്റ്റ് എടുക്കാതെ ചെയ്തപ്പം നല്ല സെയിൽസ് ഉണ്ടായിനി. അപ്പോൾ നമ്മൾ നല്ല സെയിൽസ് ഉണ്ട്, ഇനി ഒരു ബോക്സ് ഇറക്കാം. അപ്പോൾ ഒരു 100 പാക്കറ്റുള്ള ഒരു ബോക്സ് ഇറക്കി. അത് നമ്മൾ സീലുള്ളതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. ഈ എയർപോർട്ടിൽ ഒരു എയർപോർട്ട് വേറെ കാണില്ല. അത് ആദ്യം കുറച്ച് പേര് വിളിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് മാത്രം ഉണ്ടായിനി, ഒരു 5 അല്ലെങ്കിൽ 6 ഉള്ളൂന്ന്. പിന്നെ ഏകദേശം 100% ആൾക്കാർ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഈ ജനറേഷനൊക്കെ ബിസിനസ് പറഞ്ഞാൽ ഫുൾ ടൈം കോട്ട് സൂട്ട് ഇടണം, ഇൻസൈഡ് ആക്കണം, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ രാവിലെ ലുങ്കി എടുത്താണ് അങ്ങനെ ഒരു ദിവസം പോയപ്പോ നമ്മളോട് ചോദിച്ചു, നിങ്ങളെ മറ്റേ മുരിങ്ങ പൗഡറൊക്കെ സെല് ചെയ്യണല്ലേ ചോദിച്ചില്ലേ, ഇങ്ങളെത്തെ എവിടെയല്ലോ ചോദിച്ചേ. ഇന്ന് നമ്മുടെ കൂടെയുള്ള 2 യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സാണ്. ഇവരെ ഞാൻ IIDT എസ്കലേഡ് ഭാഗമായിട്ട് പഠിപ്പിച്ചതുമാണ്. വെൽക്കം ടു മുഹമ്മദ് സഹൽ ആൻഡ് മുഹമ്മദ് മുഹ്തദി. അപ്പോൾ ആദ്യം നിങ്ങളെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ സഹൽ ഒരു കൊല്ലം മുന്നേ എന്തായിരുന്നു സഹലിൻ്റെ സിറ്റുവേഷന് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ എൻ്റെ ഒരു സഹൽ, ഞാൻ പാസ്റ്റ് ഇയറിൽ +2 കഴിഞ്ഞേനി, കൊമേഴ്സ് സ്റ്റുഡൻറ്റേനി. അവിടെ കൊളത്തൂർ EMA സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹയർ സെക്കൻഡറി. അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ളതിന് ഒരു എയിം. AI എന്ന് എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ 2 ഇയേഴ്സ് ബാക്ക് ഭയങ്കര അടിപൊളി തന്നെയല്ലോ AI പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AI ഓരോരുത്തരുടെ ജോബ് എടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിന്. ആ ടൈമിൽ ഞാൻ AI ഒരു BCA വിത്ത് AI ആൻഡ് ഇൻ്റഗ്രേഷൻ വിത്ത് ഒരു കോഴ്സ് ഉണ്ടായിന്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യം നോളജ് സിറ്റിയിൽ പോയിട്ടുണ്ടായിന്, ഇവിടെ മർക്കസ് വയനാട് അടിവാരത്തുള്ള. അപ്പോൾ അവിടെ പോയി അവിടെ കുറച്ച് എൻക്വയറി ചെയ്ത്, അവിടെ പിന്നെ പറ്റാത്തതുകൊണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം. പിന്നെ അവിടെ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഇവിടെ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ കോഴ്സിന് ജോയിൻ ചെയ്തു. 2 ഡേയ്സ് കഴിഞ്ഞപ്പം ഒരു അറ്റ്മോസ്ഫിയർ നമ്മളുടെ ഒരു സർക്കിളെല്ലാം ഓക്കെ അല്ലാന്ന് തോന്നിയപ്പോൾ അവിടുന്ന് ഡ്രോപ്പ്. സർക്കിൾ ഓക്കെ എല്ലാം തോന്നാൻ കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഡയറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോക്കൊക്കെ പോയ പോലെ ഇനി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിന്. അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഒരു പഠിക്കാവുന്ന പോലെ ഫീൽ ചെയ്തില്ല. എല്ലാവരും ഭയങ്കര ഡ്രസ്സിങ്ങിലൊക്കെ ഫോക്കസ് ചെയ്ത് മാത്രം വരുന്ന. അപ്പോൾ എനിക്ക് തന്നെ ഒരു പേടി, ഇത് ഞാൻ പഠിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാഷൻ ഷോയിൽ വന്നതാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനി എന്തെങ്കിലും എവിടെയും കയറണമല്ലോ. കാരണം വീട്ടിലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി. കാരണം എല്ലാവരും ഒന്നെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഒപ്പമുള്ളവരൊക്കെ. അതിപ്പോൾ ഞാനും വേറൊരാളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ ഇതിങ്ങനെ നിൽക്കുകയാണ്, ഏതെങ്കിലും ഡ്രോപ്പ് ചെയ്ത് ഇനി എന്താ നെക്സ്റ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഇല്ല. അപ്പോൾ വീട്ടുകാരിങ്ങനെ ചോദിക്കില്ല ഒബ്വിയസ്ലി എന്താ അടുത്തെന്നുള്ളത്. അങ്ങനെ എപ്പോഴാണ് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ IIDT ജോയിൻ ചെയ്തിട്ടുണ്ടേനി. ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. ഈ 2 ഇൻ്റർവ്യൂസ് ഉണ്ടാവും, പാസ്സാവാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജുനൈഖാനെ വിളിച്ചിട്ടുണ്ടായിനി. ജുനൈഖാനെ വിളിച്ച് അവിടെ എത്തി. ജുനൈഖ് ഒരു ഇൻ്റർവ്യൂ എടുത്ത് എന്നോട് നാളെ തന്നെ കയറിക്കാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായപ്പോൾ. അങ്ങനെ പിന്നെ IIDTയിൽ എത്തിയത്. IIDTയിൽ എത്തുമ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എത്തുന്ന mostaffordablE.in ഉണ്ടല്ലോ നമ്മളുടെ ആ പേജ്, ഡയറക്റ്റ് അതിലോട്ട് ഇറങ്ങുന്നത്. വെബ്സൈറ്റ് ആയിട്ട് നേരെ എത്തുന്ന തന്നെ വെബ്സൈറ്റ് ക്രിയേഷനിലോട്ടേനി. ഓക്കെ, നമുക്ക് മുഹ്തദിന്റെയും ഒന്ന് ചോദിച്ചേക്കാം. മുഹ്തദിന്റെയും സിറ്റുവേഷൻ എന്തായിരുന്നു ഒരു കൊല്ലം മുന്നത്തെ? ഞാൻ ആക്ച്വലി +2 കൊമേഴ്സ് ആയിരുന്നു. ഞാൻ കൊമേഴ്സ് +1+2 പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു വെയർ ഹൗസിൻ്റെ. അപ്പോൾ ബിസിനസ് ഫീൽഡ് താല്പര്യം ഉണ്ടായിരുന്നു, ബട്ട് എത്രത്തോളം ഒരു കറക്റ്റ് ഒരു പാത്ത് അറിയില്ലായിരുന്നു +2 കഴിഞ്ഞിട്ട് എന്താണെന്ന്. അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ +2 സ്റ്റുഡൻസും ആഫ്റ്റർ +2 അവർക്കൊരു ലൈക്ക് ട്രോമ ആയിരിക്കും. അപ്പോൾ ആ ഒരു മോഡൽ തന്നെ ഞാൻ കുറേ ഏവിയേഷന് നോക്കി. ഞാണ്ട് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി നമ്മുടെ NAOS 3 പേപ്പർ എഴുതണം പറഞ്ഞു. പിന്നെ കുറച്ചാൽ അതിൻ്റെ ബാക്ക് പോയി, പിന്നെ ACCA പോയി. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒക്കെ നമ്മളെ മലബാർ ഏരിയയിൽ തന്നെ അവിടെ പോയി ഏകദേശം ഞങ്ങൾക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി. പിറ്റേ ദിവസം ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് അവിടെ കയറാന്നുള്ള പക്ക തീരുമാനത്തിലെത്തി. പിറ്റേന്ന് പോയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ ഒരു പറയുന്നത് എന്താ വെച്ചാൽ 3 years ആയിരിക്കും കോഴ്സ്. 1 year കഴിഞ്ഞാൽ 10 months കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ്മെൻ്റ് ആക്കുമെന്ന്. ഓക്കെ, 10 months കഴിഞ്ഞാൽ പ്ലേസ്മെൻ്റ് നല്ല കാര്യമാണല്ലോ.
ഞാൻ വെറുതെ ചോദിച്ചു അപ്പോൾ സാലറി ഒക്കെയാണ്, സാലറി 13,000 രൂപ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഹൈക്ക് ചോദിച്ചു, ഹൈക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അത് നിങ്ങളനുസരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഓൽക്കൊരു കറക്റ്റ് ഒരു പറയുന്നത് തന്നെയല്ല പിന്നെ പറയണത്. അങ്ങനെ പിന്നെ എങ്ങനെയായാലും എവിടെയെങ്കിലും ഒന്ന് കയറണമല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, ഫൈസാനോട് ഞാൻ അങ്ങനെ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കയറി പറഞ്ഞു. അതാണ് ഫൈസാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, വെറുതെ പോവും, പൈസയും പോവും, ടൈമും പോവും. അങ്ങനെ ഓനെ മാക്സിമം ഞാൻ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ഞാൻ ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ ഫ്ലോപ്പാണ് ശരിയാണ്, ബട്ട് IIDTൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ എനിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച്, കാരണം ഓനപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു, അല്ലാതെ ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നില്ല. ഞാൻ ഓൻ്റെ ഒപ്പം വന്ന് അങ്ങനെ അതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഇൻ്റർവ്യൂക്ക് വരുമ്പോൾ സഹലാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തൊക്കെ നമ്മള് ആദ്യം കൊണ്ടോട്ടിന്ന് വരുന്നത് ജോയിൻ ചെയ്യാനുള്ള കാരണക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ്. പക്ഷെ ഇന്നെ കൊണ്ടുവന്നത് ഇന്റർവ്യൂക്ക് കൊണ്ടുവന്നത് പറഞ്ഞാണ്. നമ്മളാദ്യം പോണത് നമ്മളെ കാക്കഞ്ചേരി കിംഫ്രേക്കാ. അവിടെ എത്തിയാണ്ട് ഫൈസാനെ എവിടെ ചോദിച്ചു എവിടെ നല്ല മഴയുണ്ട്, പെരുമയാണ്, നമ്മള് കോട്ടൊക്കെ ഇട്ട് ആകെ നനഞ്ഞിക്കാണ്. അപ്പോൾ ഫൈസാ ചോദിച്ചു എവിടെ ചോദിച്ചു, നമ്മളത് അവിടെ ഈ ചായപ്പീടിന്റെ മുമ്പിൽ കിൻഫ്രേന്റെ ഉള്ളിൽ ചായപ്പീടി അല്ലല്ലോ ചോദിച്ചു. അപ്പോൾ നമ്മൾ എവിടെ കിൻഫ്രയിൽ ചോദിച്ചു, നമ്മള് കാക്കഞ്ചേരിയാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് അവിടെ നമ്മളെ രാമനാട്ട് കിൻഫ്ര എത്തിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു കയറണ്ടോ ചോദിച്ചു. ഇല്ല ഞാൻ കയറുന്നില്ല, കയറിയിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു. ഓടുന്ന് അവനെ പോയി ജുനൈദ് സാറോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബിസിനസ് ഫീൽഡിലോട്ട് ഞാൻ എന്തെങ്കിലും പഠിക്കാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കയറുള്ളൂ എന്നുള്ളൊരു സംഭവം ഞാൻ അപ്പോൾ തന്നെ ഫിക്സ് ആക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം പിറ്റത്തെ ദിവസം പിന്നെയും അവിടെ നമ്മളെ B സ്കൂളിൽ തന്നെ പോയി. അപ്പോൾ സാറ് പറഞ്ഞതും ഇവരുതും സാറ് ജസ്റ്റ് ഒന്ന് സംസാരിച്ച്, സാർ അപ്പോൾ എന്നോട് നിർബന്ധിച്ചില്ല ഇവിടെ കയറിക്കോന്നും പറഞ്ഞില്ല, ബട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പറഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ പോയി ചോദിച്ചപ്പോൾ ഓല് പക്കാ ബബ്ബ അടിക്കുക. അതിനുശേഷം പിന്നെ ഞാൻ നേരെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ചേർന്ന് ജുനൈദ് സാർ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. 2 ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വന്ന് കയറി. ആ ഒരു ഫ്ലോയിൽ പോയി. സെക്കൻഡ് മന്തിലാണ് ഞാൻ B4Brain ഒരു കമ്പനിയിൽ, ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് ടോയ്സിന്റെ കമ്പനിയിൽ ഞാൻ വർക്ക്. നിങ്ങൾ കോഴ്സിൽ ഇപ്പോൾ ഓരോരുത്തർ പറയുകയാണെങ്കിലും ഇപ്പോൾ സഹലിന് കോഴ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു? നമ്മള് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ എന്തായാലും എക്സ്ട്രോവേർട്ട് ആവും. ബേസിക്കലി ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു +2 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സാറൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ വരാൻ ഭയങ്കര മടിയേക്കാരം കൂട്ടത്തിലാണെന്നുണ്ടെങ്കിലും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തന്നെ, ഞാനും വരും, പിന്നെ അതുപോലെ ജസീമും ഹോസമില്ലേ, നമ്മളെ 4 പേരും കൂടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ടൈം ഗ്യാപ്പ് ഇവിടെ വന്നിട്ട് ചേഞ്ച് ആയതാണ്. അത് ബേസിക്കലി അങ്ങനെ മനസ്സിലായി. നിങ്ങൾ ഏത് കോളേജിലാണ് ക്ലാസ് എടുക്കാൻ പോയത്? നമ്മൾ ഫസ്റ്റ് EMA കോളേജിൽ പോയിണ്ടേനി, പിന്നെ സെക്കൻഡ് ഇവിടെ കാലിക്കറ്റ് ഫറൂഖ് കോളേജിൽ പോയിണ്ടേനി. ഓക്കെ, അപ്പോൾ മൂത്തതി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് അവിടെ കോളേജിൽ അവിടെ പറഞ്ഞാൽ? അതായത് BBA-കാരാണ്. പക്ഷെ ഈ BBA-കാർക്ക് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നോ, ലൈക്ക് നമ്മൾ പഠിക്കണത് ഓക്കെയാണ്, പക്ഷെ അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. അതിൽ മെയിൻ തിങ് എന്താ വെച്ചാൽ, സഹല് പഠിക്കുമ്പോൾ ഓൻ്റെ ഒപ്പം സ്കൂളിൽ ഇരുന്ന് പഠിച്ചോല് ഓൻ്റെ ക്ലാസ്സൊക്കെ ഓൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഗ്രേറ്റ് മൂവ്മെന്റ്. ആൻഡ് നമ്മളവിടെ ചെന്ന് ക്ലാസ് കഴിയണവരെ ഒബ്വിയസ്ലി കൂട്ടത്തിൽ ആൾക്കാരുണ്ടാകുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പാടെ നമ്മളെടുത്തേക്കാണ് വന്ന് നമ്മളെ കൂട്ടം കൂടി നിന്നെ നമ്പർ വാങ്ങലായി. പിന്നെ നമുക്ക് ചായ അടിക്കാൻ പോകാനില്ല. അവിടുന്ന് പ്യൂണ് വന്നാണ്ട് നമ്മളെങ്ങനെ വിളിക്കുന്നുണ്ട്, വാ ചായ അടിക്കാൻ പോയി. പക്ഷെ നമുക്കതിന് ഇവർ വിടണില്ല. ഫറൂഖ് കോളേജ് പോയത് പറഞ്ഞാൽ അത് ഇതേമാതിരി കുറച്ച് നമ്മളെ EMA കോളേജ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വിളി തന്നിരുന്നു. അതിന് മുമ്പ് ഇവന് ഫാക്കൽറ്റി ആയിട്ട് നമ്മളെ ഏത് കോളേജിൽ, റീജിയണൽ കോളേജിൽ ഫുൾ ഫാക്കൽറ്റി ആയിട്ട് ഇവനോട് വരികയോ ചെയ്യുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ എൻക്വയറി വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ ഉണ്ട്, ആഡ് ഓൺ കോഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടേനി. ജൂനിയക്കാരൻ നമ്മൾ ഈ കോഴ്സ് ഫില്ല് ചെയ്തിട്ട് ഈ കോഴ്സ് തന്നെ ഫുള്ളാക്കിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ശേഷം പോകാന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഡിഗ്രി സ്റ്റുഡൻസിനാണല്ലോ നിങ്ങൾ ബേസിക്കലി +2 കഴിഞ്ഞിട്ട് നമ്മളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടാണല്ലോ അവിടെ പോയിട്ട് ക്ലാസ് പറ്റുക. അപ്പോൾ അതിനുള്ള നിങ്ങളുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് എന്താണോ? അപ്പോൾ ആദ്യം സഹലിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ ഇതുവരെ +2 ലൈഫാ പോയിട്ടുള്ളേ, ജസ്റ്റ് രാവിലെ വരെ യൂണിഫോം ഇടാൻ പോകാന്നുള്ളത്. കോളേജ് ലൈഫ് എല്ലാവരും പറഞ്ഞിടത്തോളം കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നെറ്റ്വർക്ക് രീതിയിലേനി. അവിടെ പോയപ്പോൾ മനസ്സിലായി അവിടെ ഒരു ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ സ്പേസസ് ഉണ്ടാവും. നമ്മളെ സ്കൂളിലാകുമ്പോൾ ഇല്ല, ഇനി ഹയർ സെക്കൻഡറി സ്കൂൾ വരെ അതുണ്ടാവില്ല എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം, നമ്മളാരെയും പുഷ് ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിക്കില്ല, സ്പൂൺ ഫീഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
ഇപ്പോൾ നമ്മളുടെ ഓരോ പ്രോഗ്രാംസ് വെച്ച് തന്നെ അവിടെ ഫറൂഖ് കോളേജിൽ അങ്ങനെ വെച്ചല്ലോ, കണ്ടക്ട് ചെയ്തല്ലോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് എഡ്യൂക്കേറ്റഡ് ആവും, അവർ എംപവേർഡ് ആവും, പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഒരു പവറായിരിക്കും ഉണ്ടാവുക. ഇന്നും നമ്മളായിട്ട് ടച്ച് ഉണ്ട്. ഇനി അവർ ഇതേപോലെ ഓരോ കാര്യത്തിനും വിളിക്കാറുണ്ട്. മൂത്തതിൻ്റെ കേസാണെങ്കിലോ? അപ്പോൾ എൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്രീ നടക്കുന്ന ടൈമാണ്. പിന്നെ കുറച്ച് കയറി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വന്ന്. മെയിൻ തിങ് പറഞ്ഞാൽ ജൂനിയർ സാർ ഒരിക്കലും നമ്മളോട് അത് ചെയ്യുന്നോ അത് ചെയ്യണം അങ്ങനല്ല പറയാം, നമ്മളോട് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരും. ആൻഡ് നമ്മളെ ചെയ്യിപ്പിക്കുക ചെയ്യുക, ഡയറക്റ്റ് പറയില്ലെങ്കിലും ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് റെഡിയാകും. കാരണം നമ്മൾ +2 സ്റ്റുഡൻറ്റ് ഡിഗ്രി സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യാൻ പോവാം. അത് നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് പോയി ആ ഗേറ്റിങ്ങൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സെക്യൂരിറ്റി വന്നാണ്ട് സ്റ്റുഡൻസിനുള്ളിൽ വണ്ടി കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പിടിച്ചു. നമ്മളെ പോസ്റ്റർ ഉണ്ടായിരുന്നു, പോസ്റ്ററോടെ കാണിച്ചെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. അല്ലെങ്കിൽ പുറത്തായിരുന്നു. വിശ്വാസമില്ല. നമ്മള് 4 സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസ്. അപ്പോൾ അത് പോസ്റ്റർ കാണിച്ചെടുത്താ ഓക്കെ കയറിക്കോട്ടെ സോറി ഒക്കെ പറഞ്ഞ് നമ്മൾ കയറി. പിന്നെ നമ്മൾ ചെല്ലണേ വലിയൊരു ഒരു ലോകത്തേക്ക് മാറി, നമ്മൾ കാണാത്തൊരു സ്ഥലത്തേക്കല്ലേ ആയിരുന്നു. അങ്ങനെ ആദ്യം സാലയും ക്ലാസ് എടുക്കാൻ കയറിയത്. പിന്നെ നമുക്ക് ഓക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഭവം കയറി. പിന്നെ തന്നെ ക്ലാസ് എടുത്ത് പിന്നെ ഫറൂഖ് കോളേജ് ആണെങ്കിലും ഫറൂഖ് കോളേജ് നമുക്ക് ഒന്നുകൂടിയും ഒരു, അതായത് മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം അടിപൊളി കോളേജാണ്. പിന്നെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണ്, ഈവൻ പുറത്തുനിന്ന് വരെ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളന്ന് പോയപ്പോൾ ഒരു കാശ്മീരി സ്റ്റുഡൻറ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൻഡ് ബെറ്റർ റിസൾട്ട് നമ്മളായിട്ട് ഇങ്ങോട്ട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടുതൽ ഫറൂഖ് കോളേജിലത്തെ സ്റ്റുഡൻസ് തന്നെയാണ്. അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് അല്ലെ എത്താത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നോ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മളെ ജുനൈദ് സാറ് ഒരിക്കലും മിസ്സാക്കരുത്, സാറ് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞെന്ന് അതിലും പറഞ്ഞു തരുന്നതിലും സാറ് നമ്മളെ ഒരിക്കലും കംപ്ലീറ്റ് പറഞ്ഞില്ല. ഓരോന്ന് പുഷ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിലൂടെ അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ തന്നെ വഴി കണ്ടുപിടിക്കണം. ഡയറക്ഷൻ പറഞ്ഞുതരും. പക്ഷേ വൺസ് നമ്മൾ ആ ഡയറക്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഡയറക്ഷൻ അത് ത്രൂ ഉണ്ടാക്കാം. പക്ഷെ ഇത് സ്പൂൺ ഫീഡും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ വ്യത്യാസം അതാണ്. നിങ്ങളിപ്പം ചെയ്ത കോഴ്സിൽ നിങ്ങൾ ഓണ്ടർപ്രണർ ആയപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? യൂസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റേജ് ഇങ്ങനെ അൺലോക്ക് ചെയ്ത് പോകുന്ന പോലെ ഫീൽ ചെയ്ത്. ഓക്കെ, ഇപ്പോൾ പ്രാക്ടിക്കലി കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു ചെയ്തത്? അത് നിങ്ങൾ ഓണ്ടർപ്രണർ ആയപ്പോൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? ഇതിന്റെ കറന്റ് ഇപ്പോൾ ഓർഗാനിക് സോഫ്റ്റ് കെയറിലാണ് റൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ടേനി. ഇപ്പം റെസ്റ്റോറൻറ്റ് മാർക്കറ്റിംഗ് ഇനി ആദ്യം ചെയ്തിട്ടുണ്ടായിനി. അതോടെ രാമനാട്ടുകാരുള്ള എംഡേനി. അപ്പോൾ ആദ്യം ഞാനും ജസീമ അവനും നഭന പോയിട്ടുണ്ടായിനി. നമ്മളവിടെ നേരെ പോയി അവരെ പിച്ച് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ കിൻഫ്രയിൽ പഠിക്കുന്നതാണ്, മാർക്കറ്റിംഗ് എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാറ്റർഡേ സൺഡേ മൺഡേ 3 days ഗ്രൗണ്ട് ലെവലിൽ അവിടെ വർക്ക് ചെയ്ത് രാവിലെ 12 മണി മുതൽ രാത്രി 12 മണി വരെ ആരൊക്കെ വരുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലീസ് ആണോ, ബാച്ചിലേഴ്സ് ആണോ, അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സ് ആണോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണോ, ബൈ അവരുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് അതല്ല ഈ KL10 മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ അറൗണ്ട് ഒരു 400 ആൾക്കാരെ ഡാറ്റ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഗൂഗിൾ ഷീറ്റിൽ ഇട്ടിട്ട് അനലൈസ് ചെയ്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് തിരൂരിൽ നിന്നാണ് മനസ്സിലായത്. തിരൂരിൽ നിന്ന് അങ്ങനെ മനസ്സിലായി. പിന്നെ അവിടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണെന്ന് മനസ്സിലായി. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോട് അങ്ങോട്ട് പോയി ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലായി. അവിടുത്തെ ഇനി എന്തൊക്കെ ചേഞ്ചസ് വരുന്നത് മനസ്സിലായി. അവിടെ പ്രോപ്പർ ഒരു SEO ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം നെക്സ്റ്റ് അതിന് ശേഷം എന്താ ട്രൈ ചെയ്തത്? നമ്മൾ എംഡേന്റെ കാര്യം ചെയ്യുന്ന ടൈമിൽ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയിൽ. ഏത് കമ്പനിയിൽ വർക്ക് ചെയ്തത്? അമീർ സൈറ്റൊക്കെ പറഞ്ഞ ഒരു കമ്പനിയിൽ. അതിന്റെ സെക്കൻഡ് പ്ലേസ്മെന്റ് ആയിരുന്നു. ആൻഡ് അതൊരു വലിയ സംഭവമാണ്. ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ല അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും വൺസ് പ്ലേസ്ഡാക്കിയ ഒരാളെ ഒരു തിരിച്ചെടുത്താണ്ട് വേറൊരു പ്ലേസ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് പറയല്ല, എനിക്ക് ജെന്യൂനായിട്ട് തോന്നി പറയുകയാണ്. ഞാൻ ആദ്യം വന്ന ജൂനിയർ സാർ എടുക്കാം പറഞ്ഞു ഓക്കെ എനിക്കെല്ലാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ കമ്പനി കയറി. ഇറങ്ങി കുറച്ച് ടൈം കൊണ്ട് തന്നെ ഞാൻ അവിടെയും കയറിയിരുന്നു. ആൻഡ് അവിടെയും ഓക്കെ ആയി. ഒരു 1 monthന്റെ ടൈമിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവനെ വിളിക്കുക അങ്ങനെ പറയും
എന്ന് നമ്മളൊപ്പര പോരും വരൊക്കെ ഇറങ്ങി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം, കോർപ്പറേറ്റ് ജോലിയാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഓണ്ടർപ്രണർ ആവണമെന്ന് ദൃഢമായിട്ടുള്ള നിശ്ചയെടുത്തത്? അതായത് നമ്മളോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ, ഒന്നെങ്കിൽ ജോബാണ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്, ഈ 2 ജോബ് പരിപാടിയേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഇന്ന് പറഞ്ഞു അൻവർ സാർ, നമ്മളെ അൻവർ സാർ എന്നാണ്. അപ്പോൾ ഇവൻ അപ്പം തന്നെ വീട്ടിൽ കളിച്ച് ഇങ്ങനെയാണ് സംഭവം എന്തോ വീട്ടിൽ വിളിച്ചാണ്ട് ചോദിച്ചു, ഉപ്പാനോട് ഇങ്ങനെ ചോദിച്ചു 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ജോലിയിൽ കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്ന്. അപ്പോൾ എനിക്കതാ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നല്ലേ, അല്ലെങ്കിൽ എനിക്കതാ ചെയ്യാൻ പറ്റും തോന്നണേ അത് സെലക്ട് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഓണ്ടർപ്രണർഷിപ്പിലോട്ട് ജോയിൻ ചെയ്ത്. അപ്പോഴും ഒരു 50% ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്താവുന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. കാരണം മുന്നേ എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമുക്ക്, ഇത് എങ്ങനെ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇത് അതിന് ശേഷം അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെ മനസ്സിലായിണ്ടേനി. അതിനിപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും മുസമ്മിൽ ജസീം നമ്മൾ 3 പേരും കൂടെ ഒരു എയർപോർട്ട്സ് ചെയ്തിട്ടുണ്ടേനി. അന്ന് ഫുള്ള് നമ്മളാദ്യം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തു, പ്രൊഡക്റ്റ് എടുക്കാതെ ചെയ്തപ്പം നല്ല സെയിൽസ് ഉണ്ടേനി. അപ്പോൾ നമ്മൾ നല്ല സെയിൽസ് ഉണ്ട്, ഇനി ഒരു ബോക്സ് ഇറക്കാം. അപ്പോൾ ഒരു 100 പാക്കറ്റുള്ള ഒരു ബോക്സ് ഇറക്കി. അത് നമ്മൾ സീലുള്ളതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മളിത് ഏകദേശം 30 hours കൊണ്ട് ഫുള്ള് സെല്ല് ചെയ്ത്, ഏകദേശം 100 പ്രൊഡക്റ്റും 30 hours കൊണ്ട് സെല്ല് ചെയ്ത്. എനിക്കൊന്ന് CPR 1.5 or 2 എന്തോ ഉള്ളൂ പെർ മെസ്സേജ്. മാക്സിമം കൺവേർട്ട് ചെയ്ത് ഏകദേശം 4 to 5 days കൊണ്ട് തന്നെ ഡെലിവറി ആയി. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, ഈ എയർപോർട്ടിൽ ഒരു എയർപോർട്ട് വേറെ കാണില്ല. അപ്പോൾ ആദ്യം കുറച്ച് പേര് വിളിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് മാത്രം ഉണ്ടായിനി, ഒരു 5 അല്ലെങ്കിൽ 6 ഉള്ളൂന്ന്. പിന്നെ ഏകദേശം 100-ൽ 80% ആൾക്കാർ വിളിച്ചിങ്ങനെ പറഞ്ഞ് ഒറ്റൊന്നാണെന്ന്. അപ്പോൾ മനസ്സിലായി ഇത് സപ്ലയർ ഇങ്ങനെ ചാമ്പ്യൻ മനസ്സിലായി. ആ സപ്ലയറെ വിളിച്ച് സപ്ലയർ ഇങ്ങനെ പറഞ്ഞാൽ അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കും സെയിൽഡായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് അത് ഇവിടെ തന്നെ ഷിപ്പ് ചെയ്താന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് അടിപൊളിയായിട്ട് ചെയ്ത് സെയിൽസും അടിപൊളിയായിട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടീനി. റോങ് പ്രൊഡക്റ്റ് ആണോ റൈറ്റ് മാർക്കറ്റിംഗ് ആണോ? അതെ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്തത്? അത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഇതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ജുനൈക്ക് പറഞ്ഞതാ. ലെസ് ദാൻ 14 seconds ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ബെനിഫിറ്റ്സ് പറയാതെ ഒരു 2-3 ബെനിഫിറ്റ്സ് പറയാം. ഇതിന് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് ഇതിന്, ഈ എയർപോർട്ട്സിന് 499 2 എയർപോർട്ട്സ് കൊടുത്തിട്ടുണ്ടായിന്, ഇത് 2 മാത്രം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിലാണ് ആൾക്കാർ ഫോക്കസ്ഡ് ആയിട്ട് വേണം. USP മെയിൻ തിങ് അവിടെ വരുന്നത് യൂണിക് സെല്ലിംഗ് പോയിന്റ്. അതായത് ഒരു പ്രോഡക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. നമ്മളൊരു പാൻ എടുത്തിട്ട് ഇത് എഴുതാൻ കഴിയും, അത് എല്ലാ സാധനത്തിനും അതായത് ആ ഒരു കാറ്റഗറിയിൽ അതിനുള്ള കാര്യങ്ങൾ പറയാതെ നമ്മളത് എന്താണ് മറ്റുള്ളവരിന് വ്യത്യസ്ത ആയിട്ട് നിൽക്കുന്നത് അത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒന്നുകൂടി ഓക്കെ. ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, പാൻ എടുത്താൽ എഴുതുന്നും അതിൻ്റെ മഷി മാറ്റാൻ പറ്റുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് നമ്മളത് വ്യത്യാസമായിട്ട് നിൽക്കുന്നത് അത് പറഞ്ഞാണ്ട് ചെയ്യാനാണ് പറഞ്ഞത്. അത് തന്നെ നമുക്ക് നല്ല മാറ്റം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊക്കെ ആ ഒരു സംഭവം നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള വ്യത്യാസം തന്നെ കാണാൻ കഴിഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ IIDTയിൽ, അതിന് ശേഷം നിങ്ങളിപ്പോൾ co-founders ആണല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ വ്യത്യാസമുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പൈസ ടൈറ്റ് ആവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഇത് പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മളെ പ്ലാൻ ഇപ്പോൾ പരിപാടിയൊക്കെ നടക്കണേ, നമ്മളെ പ്ലാൻ അതായത് നമ്മളെ പ്രോസസ്സൊക്കെ നടക്കണേ അവിടെ പോയത് രാത്രി ഞാനാണ്. ഇതൊന്ന് ആദ്യം നിങ്ങളുടെ കമ്പനി നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓർഗാനിക്സ് ഓഫ് കേരളയാണ് നിങ്ങൾ രണ്ടുപേരുടെ കമ്പനി പേരല്ലേ? അപ്പോൾ ഓർഗാനിക്സ് ഓഫ് കേരള ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുമോ നമ്മുടെ ഓഡിയൻസിന്? നമ്മൾ ഓർഗാനിക്സ് ഓഫ് കേരള പറഞ്ഞാൽ മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് പൗഡർ ആക്കിയിട്ട് സെല് ചെയ്യാണ്. 100 grams ഒരു പാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ സെല് ചെയ്യണം. ഓക്കെ, ഇത് ആരാ വാങ്ങുന്നത്? ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഹെയർ ഫാള്, അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ സ്റ്റൊമക്ക് പെയിൻ അല്ലേ, ഗ്യാസ്, അൾസർ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ മേടിക്കുന്നുണ്ട്. പിന്നെ ഇത് വയറ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മെയിൻ തിങ് അതാണ്. ഇത് നമുക്ക് ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളാദ്യം ഇതിനെക്കുറിച്ച് ഇതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ 2 ദിവസമൊക്കെ മുന്നേ ഇത് ഫുൾ പ്രിപ്പയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനി ആർക്കൊക്കെ കഴിക്കാൻ പറ്റാത്തതുണ്ട്, ഇത് എത്രയാണ് അളവ് കഴിക്കേണ്ട ഇടയിൽ, അതുപോലെ ഇത് ഓവർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബോഡിയിലുണ്ടാകുന്ന കാര്യങ്ങൾ, ഇത് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഫുൾ ആയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്.
പക്ഷെ ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയത്? കാരണം ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് ആദ്യമായിട്ട് മുരിങ്ങ പൗഡർ എന്ന സാധനം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഐഡിയ ഒക്കെ നിങ്ങൾ എവിടെ ഞാനല്ലേ ജുനൈക്ക് ഡയറക്ഷൻ കാണിച്ചു തരും പറഞ്ഞില്ലേ. മെന്റേഴ്സിന്റെ മെയിൻ ഒരു വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഒരിക്കലും ഇവര് ഇത് ചെയ്യാണ്ട് അങ്ങനെ ബാക്ക് നടക്കൂല. അത് നമ്മളെ 3 മെന്റേഴ്സ്, ഇപ്പൊ സാറാണെങ്കിലും അൻവർ സാറാണെങ്കിലും ജുനൈക്കാണെങ്കിലും നമ്മളൊരു പണി പറഞ്ഞാൽ അത് അപ്പം അവിടെ പോയി ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് പണി അപ്പം തരും. ആൻഡ് അതിങ്ങനെ ഓരോന്ന് അപ്പം നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും. അത് തന്നെ നമ്മൾ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ എയർപോർട്ട്സിന്റെ പരിപാടി, അതിന് മുമ്പ് മാർക്കറ്റിങ്, അല്ലാണ്ട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ഫ്രൂട്ട്സ് ചെയ്ത് അതിനാണ് ശരിക്കും പൈവേർട്ട് ആയതല്ലേ. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് അത് നമുക്ക് ഓക്കെ ആണ്. ബട്ട് കസ്റ്റമേഴ്സ് നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ ആയിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിരുന്നത്. ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ എത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങൾ പറഞ്ഞപ്പോൾ ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിൾ എന്ന സാധനം ആദ്യമായിട്ട് കേട്ടെ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്താണ് ഈ ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിൾ വെച്ചാൽ? ഡീഹൈഡ്രേറ്റ് പൈനാപ്പിൾ പറഞ്ഞാല് ഇത് നമുക്ക് ഭയങ്കര സംഭവമാണ്. ലൈക്ക് ഇത് 40 കിലോ പൈനാപ്പിൾ മേടിച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോനാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. 40 കിലോ പൈനാപ്പിൾ നിങ്ങൾ 1 കിലോ ആക്കൂ? കിട്ടുള്ളൂ. അതായത് അതെന്താ ചെയ്യുന്നതിന്? അത് ഫുള്ള് കട്ട് ചെയ്ത്, അതായത് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനവും, ഉള്ളിൽ ചെറിയൊരു കാമ്പ് ബാക്കി ഉണ്ടാവുള്ളൂ, അത് കട്ട് ചെയ്ത് സ്ലൈസ്, നല്ല ചെറിയ സ്ലൈസ് ആക്കി കട്ട് ചെയ്ത് അതിലത്തെ വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്തെടുക്കാം, കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റും. അപ്പോൾ ഷുഗർ ഒന്നുകൂടി അതിൽ കൂടും, വാട്ടർ കൂടും. മനസ്സിലായി. ആൻഡ് ചെറുതായിട്ടൊരു ക്രഞ്ചി ആയിക്കാരം. ഫ്രീസ്ഡ് ആകുമ്പോഴാണ് കംപ്ലീറ്റ് ക്രഞ്ചി ആവുക. ഇത് ഡീഹൈഡ്രേറ്റ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നമ്മള് വീഡിയോസിൽ ഇപ്പോൾ വെജിറ്റബിൾ ഫ്രൂട്ട്സിന്റെ സംഭവങ്ങൾ കാണണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിൾ ചെയ്ത് ആദ്യം. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി. പക്ഷെ നമുക്ക് ആരും നമുക്ക് മേടിക്കുക, അതായത് ഇപ്പോൾ അൻവർ സാറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അന്ന് സ്പിൻ മെത്തേഡ് പറഞ്ഞൊരു സംഭവം പഠിപ്പിച്ചു തന്നു. ടെലികോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ ഇത് മേടിക്കൂല എന്ന് മനസ്സിലാവും. മേടിക്കുന്നുള്ളവരോട് 10 മിനിറ്റ് സംസാരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മേടിക്കാത്തവരോട് 10 മിനിറ്റ് സംസാരിക്കേണ്ട. അപ്പോൾ ഈ സ്പിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ഇവർ മേടിക്കോ ഇല്ലെന്ന്. പക്ഷെ നമ്മൾ പല പ്രൈസ് പോയിന്റ് 499 വിറ്റിക്കണ്, 699 വിറ്റിക്കണ്, 599 വിറ്റിക്കണ്, സെയിം സാധനം പ്രൈസ് പോയിന്റ് ടെസ്റ്റ് ചെയ്ത്. ബട്ട് ഇനീഷ്യലി നമ്മളെ മാർക്കറ്റിൽ അത് ഓക്കെ അല്ല. കാരണം ഇപ്പോൾ സാറിന് ഞാൻ 499 രൂപക്ക് ഒരു 100 ഗ്രാം പൈനാപ്പിളിൻ്റെ ചിപ്സ് കൊണ്ടുവന്നാൽ സാറ് ചോദിക്കും എനിക്കെന്തിനാ, എനിക്ക് നാട്ടിൽ നിന്ന് മേടിച്ച് വെച്ചൂടെ, കഴിക്കാമല്ലോ, ഞാൻ പൈനാപ്പിളിൻ്റെ ഷേക്ക് കുടിക്കാം, ജ്യൂസ് കുടിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മെട്രോ സിറ്റിക്കൊക്കെ ചെയ്യാം ഒരു സാധനം, ബട്ട് ആ ഒരു എഫേർട്ട് നമ്മൾ ഇതിലേക്ക്, അതായത് വേറൊരു നീഷ് അങ്ങോട്ട് ചെയ്താൽ നമുക്ക് ഒന്നുകൂടിയും റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പൈവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മുരിങ്ങ പൗഡറിലേക്ക് പൈവേർട്ട് ചെയ്യുന്നത്. അതിന്റെ സാലറി പ്രത്യേകത അതാണ്. ഒന്ന് കിട്ടിയാൽ അധികം ടെക്നിക്കലായിട്ടാണ് നമ്മളെ ടീമിൽ സാലറി നിൽക്കല്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും ചെകഞ്ഞോണ്ട് വെക്കും. അങ്ങനെയാണ് ഡീഹൈഡ്രേറ്റ്. പിന്നെ നമ്മളൊപ്പം മുസമ്മിലുണ്ടായിരുന്നു ആ ടൈമിന്. പിന്നെ അവന് ദുബായിക്ക് ഒരു പ്ലേസ്മെന്റ് അങ്ങനെയൊക്കെ അങ്ങനെ തിരിഞ്ഞു പോയി. ആൻഡ് അതിന് മുരിങ്ങ പൗഡർ കിട്ടി. ഓർഗാനിക് കേരളിന്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ്? അടിപൊളിയാണ്. കാരണം നമ്മളിപ്പോൾ ചെയ്യണതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ബിസിനസ്സിൽ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പണികളും നമ്മൾ ചെയ്താൽ, സ്വന്തമായിട്ട് ചെയ്താൽ ആ പൈസ നമുക്ക് ലാഭിക്കാം, പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ, ആ പൈസ നമുക്ക് ലാഭിക്കാമല്ലോ. അതൊക്കെ ആക്ച്വലി അത് തെറ്റാണ്. കാരണം ആ ഒരു പണി വേറൊരാളെ ഏൽപ്പിച്ചാണ്ട് നമ്മൾ ഈ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ സെയിൽസിൽ ഒന്നുകൂടി കോൺസെൻട്രേറ്റഡ് ആയാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഓർഗാനിക്സ് ഓഫ് കേരള തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ പൂട്ടി പോകേണ്ടി വന്നാലും പുറത്തുനിന്നൊരു സാധനം എടുത്താണ്ടോ അല്ലെ പുറത്തത്തെ കെമിക്കൽ ഇതിലൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരമുള്ള ഒരു കസ്റ്റമർ ആൾ നമ്മളോട് വിളിച്ച് പറഞ്ഞതാണ്, ലൈക്ക് ഞാൻ കഴിക്കാറുണ്ട്, കൺസിസ്റ്റൻ്റായിട്ട് കഴിക്കുന്നവരുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഇത് ഞാൻ കഴിക്കുമ്പോൾ ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. ഒന്നാമത് മുരിങ്ങ തന്നെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. പൗഡർ ആകുമ്പോൾ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫിൽറ്ററും ചെയ്യും, 0 പൗഡർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സാൻഡ് പൗഡർ ഇതിൽ ആഡ് ചെയ്യും വെയിറ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ കളറ് ലൈറ്റ് കളറായിരിക്കും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ, ലോങ് ടൈം കിട്ടാൻ വേണ്ടി, ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് ഒന്നും ചെയ്യൂല. ഓർഗാനിക് എന്നുള്ളതിൻ്റെ അർത്ഥം, അതുപോലെ തന്നെ നാച്ചുറൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെയായാലും നിലനിർത്തുമെന്ന് നമുക്ക് ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും 100% നമ്മളത് നിലനിർത്തും, ഓർഗാനിക്കായിട്ട് തന്നെ കൊടുക്കുള്ളൂ, ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അത് തന്നെ ഇപ്പോൾ ഈ 1 കിലോ മുരിങ്ങ പൗഡർ ചോദിക്കണവരോട് നമ്മൾ പറയാം, നിങ്ങളിപ്പോൾ ഇത് മേടിച്ചോളി, നെക്സ്റ്റ് ബാച്ച് കിട്ടുമ്പോൾ പുതിയ സാധനം നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മുടെ വ്യൂസിന് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും? നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ അതിലാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതേപോലെ നിങ്ങൾ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ
ഇവരുടെ പേജിലേക്ക് എത്താം. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ്റെ എന്തിനാ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അറിയുമ്പോൾ കുറച്ച് കോണ്ടന്റ് ഇട്ടിന് നമുക്ക് ക്രിയേഷനിൽ അല്ലെ കോണ്ടന്റ് ഇടുന്നതിൽ നമുക്ക് അതേ വിശ്വാസമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഒരാൾ വിളിച്ചാൽ നമ്മൾ 10 മിനിറ്റ് സംസാരിക്കണം. ലൈക്ക് ഇതിന് പറഞ്ഞാൽ മുരിങ്ങ പൗഡർ പറയുമ്പോൾ നമുക്ക് ഒരു സൂപ്പർ ഫുഡ് എന്ന് അറിയപ്പെടുന്നത് അയണ്, കാൽഷ്യം, മാഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ്, സിങ്ക്, എസെൻഷ്യൽ വൈറ്റമിൻസ്, പ്രോട്ടീനിലെ ഏറ്റവും അടിപൊളി പ്രോട്ടീൻ ആയിട്ടുള്ള നമ്മളെ പ്ലാന്റ് പ്രോട്ടീൻ ആണ് ഇതിൽ. ഇത്രയും സാധനം ഈ ഒരൊറ്റ സാധനത്തിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വിഷയം പറഞ്ഞാൽ ഒന്ന് നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടില്ല. കമ്പാരിറ്റീവ്ലി സാറിൻ്റെ ചെറുപ്പത്തിലുള്ള ഫുഡും ഇപ്പോഴത്തെ അന്നത്തെ വെജിറ്റബിൾസും ഇന്നത്തെ വെജിറ്റബിൾസും നല്ല മാറ്റമുണ്ട്. മിനറൽസ് ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയില്ല, കാരണം അതൊക്കെ ഇവിടുന്ന് പലത് കിട്ടാനില്ലല്ലോ. അപ്പോൾ ആ സാധനം കഴിക്കുന്നതോടുകൂടി നമുക്ക് ഇതൊക്കെ നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ. പക്ഷെ ഇതൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തില്ല, ഫുഡിലൂടെ കിട്ടുന്നില്ല. സെക്കൻഡ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളയിൽ ഈ മലബാർ സൈഡിലൊക്കെ പറയാറ് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലത്തെ ആൾക്കാർ ഇങ്ങോട്ട് കടിക്കാത്തതിനെ എന്തിനും തിരിച്ച് കടിക്കുന്ന പറയില്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വേണ്ടതൊക്കെ എല്ലാം കഴിക്കും. ഒരാളോട് വൈകുന്നേരം വന്നാലും ചോദിച്ചു ഈ ഇന്ന് എന്തൊക്കെ കഴിച്ചു വെച്ചാൽ ചിലപ്പോൾ ഓന് ബബ്ബ അടിക്കും, അവനക്ക് പറയാറില്ല. അപ്പോൾ ഇത് ഡൈജസ്റ്റ് ആവാതെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഇത് ത്രൂ ആണ്. കേരളത്തിൽ ഈ 2 മെയിൻ വിഷയങ്ങളാണ്. ഒന്ന് കഴിക്കുന്ന ഫുഡിലൂടെ വേണ്ട സാധനം മിനറൽസ് കിട്ടുന്നില്ല, രണ്ടാമത് കഴിച്ചത് ഡൈജസ്റ്റ് ആയി പോകുന്നില്ല. കുറേ ആൾക്കാർ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, ലൈക്ക് വൈറ്റമിൻസിനാണെങ്കിലും മിനറൽസിനാണെങ്കിലും അതുപോലെ തന്നെ ഡൈജസ്റ്റ് ആവാനാണെങ്കിലും. ഈ മെഡിസിനൊന്നും നിങ്ങൾ ഡെയിലി കഴിക്കരുതെന്നും പറയുന്നുണ്ട്, കാരണം അതിലെന്തുണ്ട്, കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മളിത് ഡെയിലി കഴിക്കുക, ഇത് ഡെയിലി കഴിക്കരുതെന്ന് പറയാൻ കാരണം അതിൽ ഇങ്ങനത്തെ കണ്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം ആൾക്കാർ നമ്മളോട് അങ്ങോട്ട് പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ കുറേ സംസാരിക്കണം ഓരോരുത്തരോടും. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ കോണ്ടന്റ് ഇട്ട് തുടങ്ങി. ഓരോ കോണ്ടന്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. ഒന്നിൽ ഇതിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അടുത്ത കണ്ടന്റിൽ ഇത് എന്തിനൊക്കെ പറ്റും, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് ഒക്കെ അല്ലേ, ഒരാളോട് 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. ചിലരോട് സംസാരിക്കേണ്ട, എടാ ഇതിനെത്ര റേറ്റ് വയ്ക്കും, ഓൾറെഡി കണ്ടന്റ് കണ്ടുവന്ന ആൾക്കാരാ, അത് ഇതിനെത്ര റേറ്റ്. അപ്പം പറയാം നിങ്ങൾ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ എടാ ഞങ്ങളെ വീഡിയോ ഫുള്ള് കണ്ട് എനിക്ക് ഈ സാധനം അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും അറിയണ്ട അറിയും. നമ്മൾ ശരിക്കും ഇപ്പോൾ നേരെ ഓല് പേ ചെയ്യും. ഇപ്പം ഇന്നത്തെ ഒരു കാലത്ത് പറഞ്ഞാൽ ഇപ്പോൾ അധികം ആൾക്കാർ COD വേണമെന്ന് പറയുന്ന ആൾക്കാരാണ്. നല്ല എന്തുണ്ട് ഈ പറ്റിക്കുന്ന സംഭവം വളരെയായിട്ട് കൂടിയുണ്ട്, റോഡ് പണി. അപ്പോൾ അതായത് ഒരാൾ തെറ്റ് ചെയ്യണതിന് ഈ കംപ്ലീറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും പേടി. ഇവൻ ഞമ്മക്കാണെങ്കിലും പേടിയാണ്, സാറിനാണെങ്കിലും അത്രക്കാണ് എൻഗേജ്ഡ് അല്ലാത്തവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഈ COD ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞത്, ഞാനിത് ആദ്യമായിട്ടാണ് പൈസ കൊടുത്താണ്ട് സാധനം മേടിക്കുന്നത്. നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ട് നല്ല ട്രസ്റ്റ് ഉണ്ട്. നമ്മൾ പലതും ആഡ് ചെയ്യും, പല ടൈപ്പ് കണ്ടന്റ്സും ആഡ് ചെയ്താണ്ട് അവയർനെസ്സും കൊടുക്കും. അതുപോലെ നമ്മൾ ഇതിനെ പറ്റിയുള്ള എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്താണ് മുരിങ്ങ പൗഡർ, അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലാണല്ലോ ഏകദേശം ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിന്നും ഒരു ഓണ്ടർപ്രണറായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്. ഈ ജേർണീന്റെ തുടക്കത്തിൽ നിൽക്കുന്ന പലരും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ IIDTയിൽ തന്നെ പുതിയ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാല് ഇതന്നെ, മെന്റേഴ്സ് പറഞ്ഞാല് ഒരിക്കലും പലര് ടൈപ്പ് മെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളത് ബിസിനസ് ഫീൽഡ് മെന്റേഴ്സ്, അല്ലെ നമ്മൾ റിലീജിയൻ, അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ മെന്റേഴ്സ് ഉണ്ട്. ഒരിക്കലും മെന്റേഴ്സ് ആ ഒരു നീഷിലുള്ള സാധനം മാത്രം പറഞ്ഞു കൊടുക്കാനാവരുത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മെന്റേഴ്സ്, അതായത് ഫൈം സാറ്, അൻവർ സാറ്, ജുനൈദ് സാറ്, 3 ആളാണ്. ഇപ്പോൾ ജുനൈദ് സാറിനെ നമ്മൾ സാറെന്ന് പോലും വിളിക്കാറില്ല, ജുനൈക്കാന്ന് വിളിക്കല്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും ബിസിനസ് മാത്രമല്ല പറഞ്ഞുതരാം. ഇപ്പോൾ സാറാണെങ്കിൽ തന്നെ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്ന സമയമുണ്ട്. അൻവർ സാറാണെങ്കിലും നമ്മളത് സംസാരിച്ചാൽ ഡയറക്റ്റ് റീപ്ലൈ മാത്രമല്ല തരും, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, കംപ്ലീറ്റ് കാര്യങ്ങൾ ഫ്രണ്ട്ലിയാണ്. 3 സാറുമാരും പ്രത്യേകത അതാണ്, ഫ്രണ്ട്ലിയാണ്. അൻവർ സാറിൻ്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ ഉടൻ സംഭവമാണ്. നമ്മളെന്തേലും കുറേ ചകഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്താണ്ട് ഓരോ ബിസിനസ് മോഡലിൽ ചെന്ന് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. സാറ് അല്ലടാ അത് പൊട്ടും, അപ്പൊ തന്നെ വരും. എന്താ ഇങ്ങനെയല്ലേ, ഇതിങ്ങനെയാണ്, അപ്പൊ ഇതിങ്ങനെ ആകുമ്പോ ഇങ്ങനെ ആവൂലേ, പൊട്ടൂലേ, അപ്പൊ നമുക്ക് കറങ്ങും. ജുനൈദ് സാർ പറയുമ്പോ ജുനൈദ് സാർ 3 ആളും 3 കാറ്റഗറിയിലാണ്.
അപ്പോൾ മെന്റേഴ്സിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഓലൊരിക്കലും ആ ഒരു നീഷിൽ മാത്രം സംസാരിക്കാതെ, ഇപ്പോൾ ജുനൈദ് സാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി ആയിട്ട് ഒന്ന് ഡൗൺ ആയ സമയത്ത് ജുനൈദ് സാർ പറഞ്ഞു, ഈ ഒരു ഞാൻ പഠിക്കുന്ന സമയമാണ്, സാർ പറഞ്ഞു ഞാൻ 3 ദിവസം ലീവ് തരാം, ഈ ഒന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്ക്, ഞാൻ ഒന്ന് പുറത്ത് പോയി വാ. അപ്പോൾ ബേസിക്കലി നമുക്ക് മൊത്തത്തിൽ ആ ഒരു ലൈഫ് നമ്മൾ പോണ കാറ്റഗറിയിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് 3 മെന്റേഴ്സ് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തന്നെ. ജുനൈദ് സാറിന്റെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളിനടുക്കി സാറ് 3 മണിക്ക് നമുക്ക് മെസ്സേജ് അയക്കാം, ഇങ്ങനെ കറപ്ഷൻ ഈവൻ നമ്മള് ഉറങ്ങി നിൽക്കണ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യാത്ത സമയമാണെങ്കിലും സാറ് നമ്മളത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും സാറ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അൻവർ സാറാണെങ്കിലും ബേസിക്കലി അതെ, നമ്മളുടെ പേജ് ആണെങ്കിലും ഇപ്പോഴും ജുനൈദ് സാറ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറപ്ഷൻസ് വരുമ്പോഴും മാക്സിമം ഇപ്പോൾ കറപ്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ IIDTയിൽ എങ്ങനെയായാലും സജഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മള് SM Grow എന്ന് പറഞ്ഞ ഒരു പേജ് തുടങ്ങിയിരുന്നു. അത് ഇതേമാതിരി ഒരു ദിവസം ഒരു രാത്രി ഞങ്ങൾ രണ്ടാളും ടൈം എന്ന സംഭവം IIDTയിലില്ല. അതായത് എനി ടൈം ലൈക്ക് നമ്മള് 9 മണിക്ക് പോയ ദിവസമുണ്ട്. രാവിലെ 9 മണിക്ക് രാജുവേട്ട അടിയത്തെ സെക്യൂരിറ്റി ചോദിക്കും, നിങ്ങൾ പോവാണ് വരുവാണോ ചോദിക്കും. അവിടെ തന്നെ ചിലപ്പോ ഒന്ന് തല അയക്കും, പിന്നെയും വർക്ക് ചെയ്യും. അപ്പോ ഈ ഒരു ടൈമില് ഒരു ദിവസം രാത്രി ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയാലോ. അതിൽ ആ ഒരു സംഭവം നമ്മളെ കൂട്ടത്തിലുള്ള കിട്ടിയ സാധനമാണ്. കേട്ടെ ഇപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി, അതിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിന് ഏകദേശം നമ്മളൊരു 10,000-30,000 രൂപേന്റെ സെയിൽസ് ആ ഒരു പേജ് ത്രൂ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് നമ്മള് ജോബ് കൊടുത്തിട്ടുണ്ട്. നമ്മള് ഡയറക്റ്റ് നമുക്ക് ഹയറിങ് വന്നിട്ടുണ്ടെങ്കിലും വേറെ കുറെ പാർട്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചാണ്ട് അങ്ങനെ കുറെ കമ്പനീസ് നമ്മൾ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോ പലതും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ കോഴ്സിന്റെ സമയത്ത് തന്നെ. ഇപ്പൊ സഹലിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ എന്തായിരിക്കും പറയാ ഒരു സജഷൻ ആയിട്ട് പുതിയതായിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ? ഇപ്പൊ ഒരു ബിസിനസ് മോഡൽ ചൂസ് ചെയ്യുമ്പോൾ ലോങ് ടേം ചൂസ് ചെയ്യുന്ന ആൾക്കാർ 500 രൂപ കിട്ടുന്ന സാധനം 200 രൂപക്ക് കിട്ടും. നാളെ തന്നെ ഒരു റൂം റെന്റിന് എടുത്തിട്ട് ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് നേരെ സെല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പണ്ണെ പൊട്ടും. ഒരുപാട് കാലം പോവില്ല. കാരണം ഈ നമ്മൾ കാണുന്ന ഒരുപാടധികം പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പം റീൽസൊക്കെ എല്ലാവരും ഇപ്പോൾ രാത്രി കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീൽസ് കണ്ട് മോട്ടിവേഷനായി പിറ്റേന്ന് രാവിലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം. നമ്മളതിനെ ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇല എടുത്തിട്ട് അത് കേക്ക് ഉണക്കി പൊടിക്കണം. അവിടെ ലേബർ ചാർജ് വരും. പിന്നെ മെഷീനിൻ്റെ ചാർജ് വേറെ, പാക്കറ്റിൻ്റെ ചാർജ് വേറെ. അവിടെയൊക്കെ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് എന്നിട്ട് ഷിപ്പിംഗ് ആയിട്ട് അവർക്ക് എത്തുന്ന ചാർജ് വേറെ. ചിലപ്പോൾ റിട്ടേൺ വരികയാണെങ്കിൽ അതിൻ്റെ ചാർജ്. ഇതൊന്നും കൂട്ടാതെ ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ 200 രൂപ, അപ്പം 10 ഇട്ടാൽ 2000 രൂപ. ഈ ലെവലിൽ ആലോചിക്കുന്നത്. ഫൈനാൻഷ്യൽ മോഡലിംഗ് ക്ലാസ് ഓർമ്മ വരുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ലോങ് ടേം ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഒരു ഇനീഷ്യലി ഒരു 30% അല്ല 40% മാർജിൻ ഉണ്ട്. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെ മുന്നോട്ട് പോകാനുള്ളൂ. ഒരിക്കലും നടക്കില്ല. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതുകൊണ്ടാണ് മനസ്സിലാകാൻ കാരണം നമ്മൾ മാക്സിമം എഫേർട്ട് അതിലിടും, റിസൾട്ട് കിട്ടൂല. ഇൻസ്റ്റൻറ്റ് ചിലപ്പോൾ റിസൾട്ട് കിട്ടും, ക്വിക്ക് മണിയൊക്കെ ഉണ്ടാവുക. പക്ഷെ നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഫൈനാൻഷ്യലി സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് മോഡലിന് നമുക്ക് കഴിയൂല. അപ്പോൾ അതിനായിട്ട് ഒരു ഇന്നോവേറ്റീവ് ആണെന്നിൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. കാരണം ഇപ്പോൾ കേരളത്തിലെ ഒരാൾക്കാർ നമ്മളോടിപ്പോൾ ഡെയിലി 100-120 ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ 60 ആയിട്ടാണ് ലീഡ്സ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് മുരിങ്ങ പൗഡർ അറിയാം, ഇതിനോട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാം, പക്ഷേ അത് മുന്നേ കഴിച്ചിട്ടില്ല. ഇതാണ് ഈ സംഭവങ്ങളെല്ലാം അറിയാം, പക്ഷേ ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട്, പക്ഷെ അവർക്ക് എത്തില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ വിളിച്ച ഒരു 99% ആൾക്കാർക്കും അല്ലേ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെയാണ് ഒരു മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടത്. അപ്പോൾ കറക്റ്റ് നമ്മളത് ആദ്യം അവയർനെസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത് എന്തൊക്കെയാണ് മുരിങ്ങ പൗഡറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാണ്ട് പിന്നെ പതുക്കെ സെയിൽസിലോട്ടും സ്ട്രാറ്റജീസിലോട്ടും നിന്ന് ഇനി കൂടുതൽ ഇപ്പം നമ്മൾ തന്നെയാണ് രാവിലെ പോകും. ജുനൈദ് സാറെ വിളിക്കുമ്പോൾ ചിലപ്പോൾ മരത്ത് വിലയൊക്കെ മരം കയറി വിട്ടിട്ടൊക്കെ നമ്മൾ തന്നെയാണ് മരം കയറി. ഇവിടെ തന്നെ സാറ് നേരത്തെ പറഞ്ഞില്ലേ ഈ കോ ഫൗണ്ടേഴ്സ് ആകുമ്പോഴുള്ള ആ ഒരു സംഭവം. ചിലപ്പോ ഞാന് രാത്രി പോയി നമ്മളെ പ്ലാന്റ് പോയി സാധനങ്ങളൊക്കെ പൊടിക്കും പരിപാടി. രാത്രി 3 മണിക്കൊക്കെ നമ്മള് ഒരു വട്ടം അവിടുത്തെ പോയപ്പോ അവിടുത്തെ നമ്മളിപ്പോ ഒരു റെന്റ് മോഡലാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ആള് പറഞ്ഞു നിങ്ങൾ നാളെ രാത്രി വരണ്ട കേട്ടോ ചോദിച്ചാൽ. എന്താ വെച്ചാൽ രാത്രി ഇവിടെ പള്ളിക്കത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോ കള്ളം കയറി രാത്രി നമ്മള് ഷട്ടർ വന്നിച്ച് ലേറ്റ് ഇടും, അവിടെ മെഷീനൊക്കെ ഓണാക്കി അവിടെ പരിപാടി എടുക്കുന്നുണ്ട്. അപ്പൊ മെയിൻലി അതാണ്, ഞങ്ങള് രണ്ടാളും ഒരിക്കലും ഉറക്കം കളയൂല. ഞാൻ കളയാണെങ്കിൽ ഇപ്പൊ ഉറങ്ങും. ഇന്ന് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാല് ഇന്നുണ്ട് 6 മണിയാകുമ്പോ എന്റെ അമ്മ വിളിക്കണേ,
മൂത്തതിനെ കാണാനില്ല. ഓന് ഇന്ന് 3 മണിക്ക് പോയതാ. ഇന്ന് 3 മണിക്ക് കാണാനില്ല പറഞ്ഞു. അപ്പൊ ഞാനിവിടെ തപ്പിയാണ്ട് അങ്ങോട്ട് പോവാ. ഇവൻ പള്ളി കിടന്ന് ഉറങ്ങീനെ. അവിടുത്തെ വർക്ക് കഴിഞ്ഞാണ്ട് വന്ന്. കാരണം നമ്മൾ അന്ന് ഇന്ന് രാത്രി പോരുന്നത് 1 മണിക്കാ പെരേക്ക് എത്തണേ. പിന്നെയും വീണ്ടും 3 മണിക്ക് പോയി അയാളെ മറിച്ചിടണം. കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി നമ്മളവിടെ ചെയ്യുന്നത്. അതിൽ കോംപ്രമൈസ് ചെയ്യാതെ. അപ്പൊ മെയിനായിട്ട് ഒരു 24 അവർ ഉണ്ടെങ്കിൽ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സക്സസ്ഫുൾ ആയി സ്റ്റാർട്ടപ്പിന് എന്തായാലും നല്ല എഫർട്ട് വേണം. Obviously അത് നമ്മള് വേണം. പറഞ്ഞാല് നമുക്കിത് ഇല്ലാതെയും, അതായത് ഇതിപ്പോ നമ്മളൊരു കുട്ടീനെ ആ ഒരു സംഭവം ഇതിന് ചെയ്യണം. അതായത് ഫുൾ ടൈം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അതായത് ഇത് ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ ഉണ്ടാണ് മുരിങ്ങ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ബാക്ടീരിയാസ് വരും ആൻഡ് ചില മിനറൽസ് ഡ്രെയിൻ ആയി പോകും. അപ്പൊ നമ്മളിത് ഓരോ ഘട്ടത്തിലും ഇതിനെങ്ങനെ പരിഹരിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഇപ്പൊ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ്ട് കുറച്ച് ടൈമും കൂട്ടിയിട്ടാണ്ട് നമുക്ക് പിറ്റേ ദിവസം പോയേണ്ടത് ചെയ്താൽ കാണുന്നവർക്ക് അത് മുരിങ്ങ പൗഡറാണ്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മള് കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും തയ്യാറല്ല. ഇവൻ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാലും അത് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ചെയ്യലാന്ന് വിചാരിക്കുക. കാരണം റിവ്യൂസ് ഒക്കെ അങ്ങനെ വരുന്നത്. ഇവൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല, ചോദിക്കാതെ തന്നെ കമ്പയർ ചെയ്തിട്ട് പറയും. ഞാൻ നിങ്ങൾ ആരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അല്ല, കസ്റ്റമേഴ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്, നമ്മളല്ല. നമ്മളിത് ഇങ്ങനെ തിരക്കിലാണ്. ഇപ്പൊ 3-4 വട്ടം ലീഡ്സ് വന്നോല് നമ്മള് ചിലപ്പോ അടിക്ക് മെസ്സേജസ് അടി പോയിണ്ടാവും. അപ്പൊ ഒരു വിളിക്കും, അങ്ങനെ ഞാൻ 3 വട്ടം ചോദിച്ചു, എനിക്ക് ഇപ്പോഴും സാധനം കിട്ടില്ല, റിപ്ലൈ ഇട്ടില്ല. നമ്മളെ കമന്റ്സിലെന്ന് പറയും റിപ്ലൈ ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. നമ്മള് സ്റ്റാർട്ടിങ്ങില് തുടങ്ങിയ ടൈമിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് 30 എൻക്വയറീസ് ഉള്ളൂ ഒരു ദിവസം, രണ്ടാക്കുമ്പാടെ. നമ്മളിത് വിളിക്കും, ഇതെന്താ പിന്നെ ഫോളോ അപ്പ് ആണ് വരെ, ഇതെങ്ങനെയാലും നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. 3-4 ദിവസം കഴിയുമ്പോ നമ്മൾക്ക് 50-50 ആയിരുന്നു. അത് 50 ലീഡ്സ് വരും വേണം, 50 ലീഡ്സ് എനിക്കും വേണം നിന്നു. കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് 100 ലീഡ്സ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. കാരണം അത് കണ്ടന്റിൽ വർക്ക് ചെയ്തിട്ടാ നമ്മളിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തു ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റിലാണ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്ന മെന്റാലിറ്റി വരുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ വെറുതെ ടോക്കിംഗ് ഹെഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞാൽ അവര് ചാറ്റ് ഓൺ വാട്സപ്പ് നിന്ന് ക്ലിക്ക് ചെയ്യാതെ പേജിലോട്ട് വന്നിട്ട് പേജ് ഒന്ന് അനലൈസ് ചെയ്യും. അവിടെ ഹൈലൈറ്റ്സിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഹാപ്പി കസ്റ്റമേഴ്സ്. അപ്പം അതിലത്തെ കണ്ടുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഒരു ഇത്താത്ത മെസ്സേജ് ഉണ്ട്, ഞങ്ങളെ റിവ്യൂസൊക്കെ കണ്ടു, അതാണ് ഞാൻ മെസ്സേജ് അയച്ചത്. 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുരിങ്ങൻ്റെ ഇല കഴിക്കണമെന്ന്. അപ്പോൾ ഇലറ്റ ഇവിടെ കിട്ടാനും ഇല്ല, പക്ഷെ അത് കഴിക്കും വേണം, അങ്ങനെ ഇത് കണ്ടേന്ന് പറഞ്ഞു. അത് എക്സാക്ട്ലി ഒരു പെയിൻ പോയിന്റ് ഉണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ പ്രിസർവേറ്റീവ്സോ കെമിക്കലൊന്നും ചേർക്കാതെ അത് സെർവ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ആൾക്കാരും ഹാപ്പിയാണ്, അവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ റിപ്പീറ്റ് പർച്ചേസും വരും. ഇതിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് പ്രോപ്പർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെന്റർഷിപ്പ് ത്രൂ ആണ് നമുക്കിത് കിട്ടി. അതാണ് എക്സാക്ട്ലി IIDT കിട്ടിയൊരു സംഭവമാണ്. മെയിൻ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരാളെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഞാൻ ഡീഹൈഡ്രേറ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ, എടാ ഇത് നിങ്ങൾ ചെയ്യേണ്ട, ഇത് പൊട്ടുന്ന പരിപാടിയാണ്. അതാണ് അത് എന്താ വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഞാൻ അത് തുടങ്ങിയാണ്ട് എനിക്ക് ഏകദേശം 10-15 ലക്ഷം റുപ്യ നഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഓല് പറഞ്ഞാല് നോർമൽ സൈഡ്, അതായത് ഇങ്ങനെ ഒരു പ്ലാൻ വന്നാൽ ആദ്യം 3 റൂം റെന്റ് എടുക്കും. ആൻഡ് എന്തൊക്കെയാ മെഷീനറീസ് ആണ്, അതിൽ ഏറ്റവും ടോപ്പ് മെഷീന് കൊണ്ടുവന്നിടും. ആൻഡ് അയക്കുള്ള എംപ്ലോയീസ് ഓലിയും കൊണ്ടുവന്നിടും. എന്നിട്ട് ഫസ്റ്റ് മന്ത് സാലറി കൊടുക്കാണ്ടാവില്ല. അപ്പൊ ആളെ നമ്മളോട് വന്ന് പറഞ്ഞ എടാ ഇത് ചെയ്യേണ്ടത് ഇത്, പക്ഷെ നമുക്ക് ഒരു 10-20 റുപ്യന്റെ നഷ്ടമുള്ളൂ. 10 രൂപ ഒരു മാസം കൊണ്ട് അത് നമുക്ക് നഷ്ടമായിട്ട് പറഞ്ഞാല് നമ്മൾ ഇതിൽ തന്നെ സൈക്കിൾ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഏകദേശമൊക്കെ. ലേണിങ്സ് കിട്ടിട്ടോ. നമുക്ക് ബാക്ക് എൻഡ് എന്തെങ്കിലും ഇപ്പൊ ഫ്രീലാൻസ് നമ്മളൊരു ഡോക്ടർ വർക്ക് എടുത്തിരുന്നു, വേറെ കുറച്ച് വർക്ക് എടുത്തിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരു സൈക്ലിംഗ് ആയിട്ട്. പിന്നെ ഇപ്പോ ഇതന്നെ മെയിൻ ആയിട്ട് നമുക്കിപ്പോ ജുനീദ് സാർ പറഞ്ഞാൽ നമ്മള് ആദ്യം തന്നെ ആലോചിച്ചതാ നമുക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം, എടാ ഈ അത് വീട് ഇത് എവിടുന്ന് നമുക്ക് കിട്ടുന്ന ആൾക്കാരെ ചോദിക്കുന്നിട്ട് അത് എനിക്ക് ബേസിക്കലി IIDT ഒരു മെച്ചായിട്ട് തോന്നി. ലൈക്ക് ഇവരിതൊരിക്കലും നമ്മളൊരു കുറെ ഇഷ്ടം പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്റർപ്രണർഷിപ്പ് പറഞ്ഞാൽ കുറെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് കമ്പാരിറ്റീവ്ലി IIDT സൈഡിക്ക് തോന്നിയ വെച്ചാല് ഈ ബിസിനസ് പറഞ്ഞാൽ ഇപ്പത്തെ ഈ ജനറേഷനൊക്കെ ബിസിനസ് പറഞ്ഞാല് ഫുൾ ടൈം കോട്ട് സൂട്ട് ഇടണം, ഇൻസൈഡ് ആക്കണം, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അല്ലാതെ നമ്മള് രാവിലെ ലുങ്കി എടുത്താണ് അങ്ങനെ ഒരു ദിവസം പോയപ്പോ നമ്മളോട് ചോദിച്ചു നിങ്ങളെ മറ്റേ മുരിങ്ങ പൗഡറൊക്കെ സെല് ചെയ്യണല്ലേ ചോദിച്ചില്ലേ, ഇളത്തെ എവിടെ ചോദിച്ചേ. കുറെ ഉണ്ട് ഇതേമാതിരി. ഒരു വീട്ടിൽ ഇതേമാതിരി മുരിങ്ങാട്ടം പോയപ്പോ താത്ത എന്നാണ് നിങ്ങൾ എന്താ പഠിച്ചു ചോദിച്ചു, നമ്മള് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് പഠിച്ചാണ് നിങ്ങൾ മരത്തിന് മേലെ നിങ്ങൾ BCom പഠിക്കാൻ പോടാറുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല ബോട്ടണിയാ പഠിച്ചത്. കാരണം ഇത് നമ്മള് ഇപ്പൊ മുരിങ്ങ വെട്ടാൻ പോകുമ്പോ അതാ പറയില്ലേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് ഒരു പാക്കറ്റും കൊടുക്കും. കാരണം ബേസിക്കലി നമ്മൾ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയുന്നുണ്ട്
നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഹെയർ ഫാൾ ഡാൻഡ്രഫിനൊക്കെയാണ്. പിന്നെ വയറ് ക്ലീൻ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ 10 7 ആൾക്കാരൊക്കെ പറയും ഇത് ഇന്ന അസുഖത്തിന് മാറുന്നുണ്ട് കേട്ടോ, ഒരാഴ്ച കൊണ്ട് മാറിയത്. നമ്മൾ ആക്ച്വലി ഒരു സൊല്യൂഷനാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓല് പറയണ 3 സൊല്യൂഷൻ അതെ അതെ വേറെ മൂന്ന് മൂന്ന് solution ഉണ്ട്. Solve ചെയ്യുന്നുണ്ട്. Okay. അപ്പൊ ഒരാള് ക്ഷീണത്തിന് കഴിച്ചിട്ട് ഒരാളുടെ കംപ്ലീറ്റ് നീരൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ ചാടി ചാടി നടക്കുന്നുണ്ട്. ഈവൻ വീട്ടിലാണെങ്കിലും ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. ഡെയിലി കഴിക്കുമ്പോൾ എനിക്കൊരു വ്യത്യാസം വന്നത് എന്താ വെച്ചാല്, ഞാൻ സാധാരണ ഉറങ്ങിയാല് കോൾ ചെയ്താലോ അലാറം അടിച്ചാലോ ഒന്നും അറിയില്ല. അപ്പൊ ഇവൻ തന്നെ രാവിലെ 5 6 വിളിക്കുമ്പോ ഒപ്പം എനിക്ക് ആ ടൈമിന് എനിക്ക് വിളിക്കൂല, നേരെ എൻ്റെ ഉമ്മാൻ്റെയൊക്കെ വിളിക്കുന്നിട്ട് ഇന്നെ ആ ഒരു സംഭവം കഴിഞ്ഞു. പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം നമുക്കൊരു ഒരു ഒരു പറ്റ ടയേർഡ് ആവില്ല. അപ്പൊ ഉറക്കത്തിലാണെങ്കിലും ഞാൻ അലാറം അടിച്ചാലും അറിയും, കോൾ ചെയ്താലും അറിയും. ആ ഒരു എനർജി നമുക്ക് ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലും ഉമ്മക്ക് കഴിക്കാറുണ്ട്. ഉമ്മ പറയുമ്പോൾ മേല് കൈ വേദന ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നീരിന്റെ പ്രായമായിരിക്കും, അതെ, അതെ. നീരിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കസ്റ്റമർ. ബേസിക്കലി പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എല്ലാവരും കഴിക്കാറുണ്ട്. നമ്മൾ തന്നെ കഴിക്കണോണ്ട് പിന്നെ നമുക്ക് പേടിക്കില്ലല്ലോ. ഇപ്പം ഒരു 5 കൊല്ലം കഴിഞ്ഞാല് ഉം. സഹൽ എവിടെ എത്തണം എന്നാണ് സഹലിന്റെ ഒരു സ്വപ്നം? നമ്മള് ഓൾ കേരള എന്നുള്ള ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള. ഇപ്പൊ കറന്റ് ആണ്ടോ, കാരണം നമുക്ക് ഈ മിനിയാന്ന് പോയ പ്രൊഡക്റ്റ് UK-ക്കുള്ള അതെ. പല പല കസ്റ്റമേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഇവരൊക്കെ അങ്ങോട്ട് പറയാം, ഇത് കഴിച്ചിട്ട് അടിപൊളിയാണ്, ഞാൻ അത് ഫുള്ള് കൈയാക്കിട്ടെ, അതിന് ശേഷം ഞാൻ തന്നെ എന്റെ ആൾക്കാർക്ക് കൊടുക്കട്ടോ. അതെ അതെ അങ്ങനെ UK പല രീതി. ഇപ്പൊ എനിക്കിന്ന് വന്നത് പ്രൊഡ്യൂസർ, നമ്മളെ ഫിലിമൊക്കെ പ്രൊഡ്യൂസർ, പല കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവർക്കൊക്കെ ബേസിക്കലി റിസൾട്ട് കിട്ടിയാല് ലൈക്ക് അതെ ഇപ്പൊ നമുക്കാണെങ്കിലും കുറെ ആൾക്കാരുണ്ട് ബിസിനസ് പിച്ച് ഡക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് എനിക്ക് പേഴ്സണലി ഒരു 10 ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടാവും. ലീഡ്സിനായിട്ട്. അതായത് നിങ്ങൾ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. സ്ഥലം വാങ്ങാൻ ഇതൊക്കെ നമ്മൾ ചെയ്തുതരാം. പിന്നെ അതേമാതിരി ദുബായിൽ എനിക്ക് തോന്നുന്നു അലൈന ഭാഗത്തുള്ള ആള് പറഞ്ഞെന്താ വെച്ചാല്, എനിക്കിവിടെ 3 കമ്പനി ഉണ്ട്, നാട്ടിൽ എനിക്കൊരു കമ്പനി എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ ഫുൾ ടൈം എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം പെണ്ണുങ്ങൾക്കൊന്നും ഒരു വിലയില്ല, വീട്ടുകാർക്കൊന്നും വിലയില്ല. ഫുൾ ടൈം നിന്നാല് എനിക്ക് അങ്ങോട്ട് വന്നു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ വേണ്ട വെച്ചാൽ ചെയ്തു തരാം, എനിക്ക് പൈസ പ്രോഫിറ്റ് കിട്ടണമെന്നല്ല, എനിക്ക് അവിടെ ഒരു പരിപാടി വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റേഴ്സിന് അങ്ങോട്ട് പോയി പിച്ച് ചെയ്താൽ പറഞ്ഞാല് നമുക്കിപ്പോ നമ്മളിപ്പോ ചിലപ്പോ value ഉണ്ടാവില്ല. ഇപ്പോ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി അത്യാവശ്യം വന്നിട്ടുണ്ട്. ഓ, അതാണ് ഈ തീർച്ചയായിട്ടും. ക്രിയേഷന്റെ പ്രത്യേകത. ഓ. അല്ല ഇപ്പൊ നമ്മളോട് ഒരാൾ പറഞ്ഞതാണ്, ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, ഈ ഒരു കമ്മ്യൂണിറ്റി ത്രൂ, ഇപ്പൊ സാറിന്റെ ആണെങ്കിലും നമ്മളെ ഒരു മെന്റേഴ്സിന്റെ കമ്മ്യൂണിറ്റി ത്രൂ നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹൈലൈറ്റിന്റെ CEO ഫവാസാറെ ഞാൻ പേഴ്സണലി വിളിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ച് നോക്കി മൂപ്പർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സംഭവം എന്താണ്. അപ്പൊ 2 ആൾക്കാരെ ഇതിന് മുമ്പ് വിളിച്ചാണ്ട് ബുക്ക് ചെയ്യണം, അതിന് ശേഷം മൂപ്പര് വിളിക്കാറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചാണ്, സാർ എനിക്ക് ഇങ്ങനെ സംസാരിക്കാണ്ട്, ഈ നാളെ വിളിക്കാറുണ്ട്. നാളെ കറക്റ്റ് ടൈമിന് മൂപ്പര് ലൈവ് ഉണ്ട്, ഞാൻ വിളിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ, അതായത് ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബെനിഫിറ്റ് ആയി തോന്നി. ആൻഡ് ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി പിച്ച് ചെയ്യണോല് പറയുമ്പോൾ അവർ പറഞ്ഞ മാതിരി നമ്മൾ നിൽക്കേണ്ടി വരും. ഓൾക്ക് വോയിസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി ചെയ്യാൻ പറ്റൂല. ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വരുന്നോല് അതുപോലെ എക്സ്പോർട്ടേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ പല രീതിയിലും എത്തി നമ്മളെ നാട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. നാട്ടിന്റെ കുറച്ച് അപ്പുറത്ത് കരിപ്പൂർ എന്ന് പറയും. ഇന്നലെ മിനിയാന്ന് വിളിച്ചിട്ടുണ്ടായില്ലേ, എയർപോർട്ടിനടുത്ത് മിനിയാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ നമ്പർ ഒരു കല്യാണപ്പെരേന്ന് ഒരാൾ തന്നാണ്, അപ്പൊ നിങ്ങൾ എനിക്ക് പ്രോഡക്റ്റ് തരും, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി തോന്നി, കഴിച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞാന്ന് പറഞ്ഞു. അത് ഡിഫറൻസ് മനസ്സിലായി നമുക്ക്. ഇപ്പൊ ഒരു 2 days മിനിമം ഒരു ഇൻവെസ്റ്റേഴ്സിനെങ്കിലും വിളിക്കൂ. ഒരു ഇൻവെസ്റ്റർ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. അത് എനിക്കൊന്ന് ബേസിക്കലി ഒരു സക്സസ്ഫുൾ മോഡൽ ആയതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളും ക്ലാസ് പറഞ്ഞതാണല്ലോ, ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ സോൾവ് ചെയ്താൽ പൈസക്ക് ആരും പിന്നെ ഇത് 0 ഇൻവെസ്റ്റ്മെന്റ് ആട്ടോ. നമ്മൾ 1 രൂപ പോലും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അങ്ങോട്ട് ഇട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് നമ്മള് ചിലതൊക്കെ നമ്മള് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇനിയിപ്പോ അത് ഡ്രോപ്പ് ചെയ്ത് ചെയ്യുന്ന ചെക്കന്മാരാണെങ്കിലും വലിയ ഒരു മാസം റൺ ചെയ്യും. ഒരു മാസം 31-ാം തീയതി ആയാലും 30-ാം തീയതി ആയാലും അപ്പൊ തന്നെ 50-50. പക്ഷെ ഇത് നമുക്ക് ഇതിൽ എക്സ്പെൻസ് പറഞ്ഞാല് ഇതിക്ക് വരുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് എക്സ്പെൻസ് ആവും. ഇതിങ്ങനെ സർക്കിൾ ആയിട്ട് പോകും. അതിന്നല്ലേ ഇപ്പൊ ഞാനോ ഇവരാണെങ്കിലും 1 രൂപ പോലും ഇതിൽ ഇട്ടില്ല, ഇതിനെ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനൊക്കെ. അത് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ പൈസ, അതായത് ആദ്യം തന്നെ പ്രീപെയ്ഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയ പൈസയാണ്. അത് പഠിച്ചത് ഈ ഡീഹൈഡ്രേറ്റഡ് ചെയ്തോണ്ടാ.
ഡീഹൈഡ്രേറ്റഡ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് അത് പ്രോഫിറ്റബിൾ അല്ലാന്ന് മനസ്സിലാക്കിയത് എനിക്കൊന്ന് അറൌണ്ട് 33 days എടുത്തിട്ടുണ്ട്. ഇത് നമ്മളത് നേരെ 14 days കൊണ്ട് നമ്മളിത് ഫിഗർ ഔട്ട് ചെയ്ത് നേരെ പകുതിന്റെ പകുതിന്റെ താഴേക്ക് നമുക്ക് മനസ്സിലായി ഇത് നല്ലൊരു ബിസിനസ് മോഡലാണെന്ന് മനസ്സിലായി. പിന്നെയാണ് സ്കെയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി നാളെ ആയിട്ട് ഒരു ഹയറിംഗ് കൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾ എംപ്ലോയേഴ്സ് ആവാൻ പോവുകയാണ്. നമ്മളിപ്പോ ഒരു നെക്സ്റ്റ് നമുക്ക് നാളത്തെ ഹയറിംഗ് കഴിഞ്ഞാല് ഒരു ഡോക്ടറെ നമ്മള് വൺ ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പരിപാടിയൊക്കെ ആയിട്ട് ആൾക്ക് തിരക്കിലായി. നെക്സ്റ്റ് അതാണ്. കാരണം ഈ നമ്മളുടെ മാക്സിമം നമുക്ക് ചെയ്യാനുള്ളത് ഇതുവരെ ചെയ്തു. കാരണം രാവിലെ എഴുന്നേൽക്കുക, ഒരു 6 മണിയാകുമ്പോൾ മുരിങ്ങ വെട്ടാൻ പോവുക, അത് ഒന്ന് കേൾക്കുക, ഉണക്കുക, പൊടിക്കുക. ഇതിൽ ലീഡ്സ് കോൾ ചെയ്യാൻ ടൈമില്ല. അപ്പോൾ ബേസിക്കലി ആ ഒരു സ്ഥാനത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ അവിടെയാണ് ഫൗണ്ടേഴ്സ് തന്നെ ആദ്യം ഇനീഷ്യലി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ബെനിഫിറ്റ്. കറക്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മറ്റൊരാൾക്ക് അവിടെ ഒരു നമ്മളെ സ്ഥാനത്ത് നാളെ വേറെ ആൾ വരുമല്ലോ, അവിടെ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് രാവിലെ ഇങ്ങനെ പോകണം, അവിടെ മരം ഇങ്ങനെ മുറിക്കണം, ഇല ഇങ്ങനെ നോക്കണം, ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, മെഷീനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊരു ഫൗണ്ടർ ആകുമ്പോൾ നമ്മളടുത്ത് നിന്ന് ഒരു എംപ്ലോയി വന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവൻ ഡയറക്റ്റ് ആ ഒരു ഫൗണ്ടർക്ക് വന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഫൗണ്ടർ പൊസിഷനിക്ക് വന്ന ആളാണ്, ഓക്കെ കുഴപ്പമില്ല ഈ നാളെ ചെയ്താൽ മതി അറിയും. പക്ഷെ ഇവൻ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ഇവന് പറഞ്ഞു കൊടുക്കാൻ, ഈ ഫൗണ്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഈ IIDTന്റെ വിഷയത്തിലൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു, വീഡിയോഗ്രാഫി എന്തിനാ, ഫോട്ടോഗ്രാഫി എന്തിനാ. നമ്മളെ അഭിസാറൊക്കെ ആ ടൈമിൽ, അഭിസാറും ക്രിസ്റ്റി സാറൊക്കെ നമുക്ക് ആ ടൈമിന് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിത് പഠിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത്, അതായത് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഒരു ബിസിനസ്സിൽ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതിലെന്തേലും ഒരാൾ പറഞ്ഞാൽ തിരിച്ച് ചോദിക്കാൻ നമുക്ക് കഴിയണം. ആൻഡ് ഇങ്ങനെ എന്തേലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ കാര്യം ചില നമുക്ക് മിസ്സാവണേ. അപ്പോൾ ഇതിൽ വിഷയം എന്നാൽ ആ ഫൗണ്ടർക്ക് ചോദിക്കാൻ കഴിയണം എംപ്ലോയിനോട്. അപ്പോൾ എന്ത് വേണം, ഫൗണ്ടർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. അപ്പോൾ അതന്നെ ഈ IIDTന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. IIDTന്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പറയുമ്പോൾ നമുക്ക് നമ്മളെ പാരൻസിന്റെ ഭാഗത്തു നിന്ന് അത് നല്ല അത്യാവശ്യം രണ്ടാൾത്താണെങ്കിലും. ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ ഈ സ്റ്റാർട്ടിങ് എനിക്ക് 25,000 രൂപ സാലറി ആണ്. അതായത് +2 കഴിഞ്ഞിട്ട് ഒപ്പരമുള്ളവർ പഠിക്കുക, വീട്ടിൽ നിന്ന് പൈസ വയ്ക്കുന്ന ടൈം. എനിക്ക് കയറിയ കമ്പനിയിൽ 25 രൂപ സ്റ്റാർട്ടിങ് സാലറി പറഞ്ഞാണ്. അങ്ങനെയുള്ള കമ്പനിയിൽ ഞാൻ 1 മാസം പണിയെടുത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ച് ഇങ്ങനെയാണ്. ഓക്കെ ഞാനുണ്ടല്ലോ, അപ്പോൾ ഈ ഒരിക്കലും ഈ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ. ആ ഒരു സംഭവം സെയിം തിങ് ആയിരുന്നു ഇവൻ്റും. അതായത് ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോ. അപ്പോൾ അത് ഇവർ പറയാൻ കാരണം ഞാൻ ഇത്രയും കാലം നടന്നിയ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ സമയത്തോന്നില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മള് കോളേജിൽ പോകേണ്ട ശേഷമാണ് ഇത് വന്നേ. അപ്പോൾ ഒന്ന് നമ്മള് ഇതില് കോളേജിൽ പഠിക്കാനല്ലോ ഇത് ക്ലാസ് എടുക്കാനോ. ഇപ്പൊ നമ്മൾ ഈ മലബാർ ഏരിയയിലാണെങ്കിലും ഈ മഗ്‌രിബിന് ശേഷം പുറത്തിറങ്ങാന്നുള്ളത് മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. നമ്മളിപ്പോ രാത്രി 3 മണി 4 മണിക്കൊക്കെ ഇറങ്ങുമ്പോഴും അന്ന് പറയുമ്പോ മഗ്‌രിബിക്ക് ശേഷം ഒരു 7 മണിയാകുമ്പോ ഒരു 8 മണി മാക്സിമം 8 മണി ഇശാ നിസ്കാരം ആ ടൈമിലാണ്. 8 മണി കഴിഞ്ഞാൽ വിളി വരും, എവിടെ പെരയില്ല. പക്ഷെ ഇപ്പൊ പറയുമ്പോ വാപ്പാക്ക് അറിയാം, അല്ലെ പാരന്റ്സിന് അറിയാം നമ്മൾ എന്തിനാ പോകുന്നത്, പണിയിലായി എന്തിനാണ് നമ്മൾ ചെയ്യുന്നതിന് കാര്യമുണ്ട്. അവരാണെങ്കിലും ഇപ്പോ വാപ്പപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് വിളിച്ചു പറഞ്ഞു, എടാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പരമുള്ളവർ പറയുന്നുണ്ട്, ഓന് +2 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഓൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓനോട് പഠിക്കാൻ പറയുമ്പോൾ ഡിഗ്രി പോകാൻ പറയുന്നുള്ള. അപ്പൊ വാപ്പ തിരിച്ചറിഞ്ഞ ലൈക്ക് ഓന് ഞാൻ അവിടെ ഫീസ് കൊടുത്ത് പോന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഓനിപ്പോ ചെയ്യണോനോടൊന്നും എനിക്കൊരു രൂപ എന്നോട് ചോദിച്ചില്ല. അപ്പോൾ ഓർക്കാ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നമ്മുടെ എസ്കല അല്ല IIDT എസ്കലിൻ്റെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ്. കാരണം നമ്മളാ ഇപ്പോൾ വണ്ടി പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ തന്നെ ഒന്ന് പിൻ ടു പിൻ ആയി തീരും ഒരു 3-4 months കൊണ്ട്. എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തതാണ്. പിന്നെ പറയുമ്പോൾ നമുക്ക് കുറേ എങ്ങനെയായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിതിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് എൻഡിക്ക് എത്തുന്നതിന് മുമ്പ് അത് നമുക്ക് എവിടെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. അതിപ്പോൾ മെന്റേഴ്സിന്റെ പ്രശ്നമാണെങ്കിൽ അവിടെ അവതരിപ്പിക്കാം. മെന്റേഴ്സിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്താണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുമോ. അല്ലാതെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും, ഇനിയിപ്പോൾ ബിസിനസ്സിലാണെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ എനിക്ക് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ബഗ് അടിച്ചിരിക്കുന്നുണ്ടാവും എന്ത്. കാരണം ഓരോരുത്തരും, അതായത് ഒരു 10 റീല് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതില് പിന്നെ എനിക്കൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ 2 മോഡലുണ്ട്. ഒന്ന് അതിന്റെ ഫൗണ്ടറുടെ വരുമാനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികാരം, അതായത് 60 സീറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 5 കുട്ടികൾ എക്സ്ട്രാ വന്നാൽ അവർക്ക് 5 സീറ്റ് മേടിച്ചു കൊടുത്താൽ ഇവർക്ക്
5 ലക്ഷം ചിലപ്പോൾ എന്ത് ചെയ്യും പ്രോഫിറ്റ് ചെയ്യാറോ. എനിക്ക് IIDT എസ്കലേന്ന് എനിക്കൊരു വ്യത്യാസം തോന്നിയതാ. അത് ഒരിക്കലും നമ്മളെ ഫൗണ്ടേഴ്സിൻ്റെ ഒരു ബിസിനസ് മോഡലല്ല. കാരണം പറഞ്ഞാൽ ഏകദേശം നമ്മളെ 25 സ്റ്റുഡൻ്റ് ആണ് ഈ ബാച്ചിലുണ്ടായിരുന്നത്. അതിൽ ഏകദേശം ഒരു 10 സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് സാറുമാരെ കമ്പനിക്ക് തന്നെ പ്ലേസ്ഡ് ആയത്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ ഓൺടർപ്രണർഷിപ്പ് ചൂസ് ചെയ്ത്. ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ചില ആൾക്കാർ ചില കമ്പനിയിൽ നിന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആ കമ്പനീസിൻ്റെ ഫൗണ്ടേഴ്സിന് ക്വാളിറ്റി ഇല്ല. ഫൗണ്ടേഴ്സിൻ്റെ ഒപ്പം നിന്നാൽ ഒരിക്കലും ഈ നമ്മളെ സ്റ്റുഡൻറ്റിന് എന്തുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനത്തെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ അൻവർ സാറാണെങ്കിലും നമ്മളൊരു സ്റ്റുഡൻറ്റ് ഒരു കമ്പനി പറയുമ്പോൾ വേണ്ട അവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് ഇറങ്ങി, അവിടെ എത്ര സാലറി ഇല്ലല്ലോ, നീ അതിന് ക്യാപ്പബിൾ ആണ്, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് നെക്സ്റ്റ് കമ്പനി കയറ്റി കൊടുത്ത്. അതൊക്കെ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. വൺസ് ഒരു തവണ തന്നെ പ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ അവിടെ റെഡി ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും സെക്കൻഡ് പ്ലേസ്മെന്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടിട്ടില്ല അല്ലേ? കണ്ടില്ല. എന്തായാലും ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് സഹലിനോടോ മുഹ്തദിയോടോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.